PSC എഡ്യൂറ്റിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാഡീവ്യവസ്ഥയെക്കുറിച്ചും നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായ ന്യൂറോൺ അഥവാ നാഡീകോശത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കഷനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് നാഡീവ്യവസ്ഥ? ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് നാഡീകോശം അഥവാ ന്യൂറോൺ ആണ്. നാഡീവ്യവസ്ഥയുടെ ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? നാഡീകോശം അഥവാ ന്യൂറോൺ. അപ്പോൾ നാഡീവ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ PSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ എന്നീ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഇതിലെ ചില പ്രധാന പോയിന്റുകൾ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവിടെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ PSCക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ഇന്നത്തെ നാഡീവ്യവസ്ഥ എന്ന ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാഡീവ്യവസ്ഥയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. നാഡീവ്യവസ്ഥയെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം, ദെൻ പെരിഫറൽ നാഡീവ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം. മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. അതായത് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നത് ഏതൊക്കെയാണ്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നത് ഏതൊക്കെയാണ്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവ. എന്നാൽ 12 ജോഡി ശിരോനാഡികൾ, 31 ജോഡി സുഷുമ്ന നാഡികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത് ഏതൊക്കെയാണ്? 12 ജോഡി ശിരോനാഡികൾ, 31 ജോഡി സുഷുമ്ന നാഡികൾ എന്നിവ ചേരുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് നാഡീവ്യവസ്ഥ? ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ നാഡീവ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. അപ്പൊ നാഡീവ്യവസ്ഥയെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം, ദെൻ പെരിഫറൽ നാഡീവ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം. മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം. മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. ഇനി 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. അപ്പൊ പെരിഫറൽ നാഡീവ്യവസ്ഥ ഉൾപ്പെടുന്നത് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ്. ആകെ നാഡികളുടെ എണ്ണം 86 ആണ്. അതായത് 43 ജോഡി, 43 പെയർ. അപ്പൊ ആകെ നാഡികൾ എത്രയുണ്ട്? 86 എണ്ണം. ആകെ നാഡികൾ 86 ആണ്. മറന്നു പോയത്. ആകെ നാഡികൾ എത്രയാണ്? 86. 86 എന്ന് പറയുമ്പോൾ എത്രയാണ്? 43 ജോഡികൾ. ഇതിൽ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 24 എണ്ണമാണ്. ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 24. അതായത് 12 ജോഡി ശിരോനാഡികൾ. ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 24. അത് നമ്മൾ പെയറായിട്ട് അല്ലെങ്കിൽ ജോഡിയായിട്ടാണ് പറയുന്നത്. എത്രയാണ്? 12 ജോഡി. ഇനി സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 62 ആണ്. സുഷുമ്ന നാഡികൾ എത്രയുണ്ട്? 62. ജോഡികളായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ എത്രയാണ്? 31 ജോഡി. അപ്പൊ നമ്മൾ പറഞ്ഞത് ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 86. 86 എന്ന് പറയുമ്പോൾ 43 ജോഡി. ഇതിൽ 12 ജോഡി അഥവാ 24 എണ്ണം ശിരോനാഡികളും പിന്നെന്താണ് 62 എണ്ണം അഥവാ 31 ജോഡി. 62 എണ്ണം അഥവാ 31 ജോഡി എന്താണ്? സുഷുമ്ന നാഡികളുമാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഏറ്റവും വലിയ നാഡി ഏതാണ്? ഏറ്റവും വലിയ നാഡി ഏതാണ്? വാഗസ് നാഡിയാണ് ഏറ്റവും വലിയ നാഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നാഡി ഏതാണ്? വാഗസ് നാഡി. 86 നാഡികളിൽ ഏറ്റവും വലുത് ഏതാണ്? വാഗസ് നാഡി. ഇനി ഏറ്റവും ചെറുത് ഏതാണ്? പതറ്റിക് ട്രോക്ലിയർ
നാഡി. ഏറ്റവും ചെറിയ നാഡി ഏതാണ്? പതറ്റിക് ട്രോക്ലിയർ നാഡി. ഏറ്റവും വലിയ നാഡി ഏതായിരുന്നു? വാഗസ് നാഡി. ഏറ്റവും ചെറിയ നാഡി ഏതാണ്? പതറ്റിക് ട്രോക്ലിയർ നാഡി. ഏറ്റവും നീളം കൂടിയ നാഡി എന്നറിയപ്പെടുന്നത് സയാറ്റിക് നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡി. മൂർഖൻ പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം ബാധിക്കുന്നത് നമ്മുടെ ഏതിനെയാണ്? നാഡീ വ്യവസ്ഥയാണ്. മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് ഏതിനെയാണ്? നാഡീ വ്യവസ്ഥയാണ്. പോളിയോ മൈലറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊരു സാംക്രമിക രോഗമാണ്. ഈ പോളിയോ മൈലറ്റിസ് എന്ന സാംക്രമിക രോഗം ബാധിക്കുന്നതും ഏതിനെ തന്നെയാണ്? നാഡീ വ്യവസ്ഥയെ തന്നെയാണ്. മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്ന ഭാഗവും ഏതാണ്? നാഡീ വ്യവസ്ഥ. അതുപോലെ പോളിയോ മൈലറ്റിസ് എന്ന സാംക്രമിക രോഗം ബാധിക്കുന്ന ഭാഗവും ഏത് തന്നെയാണ്? നാഡീ വ്യവസ്ഥ തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നാഡീ വ്യവസ്ഥയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഇവിടെ തന്നെ പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ സുഷുമ്ന, മസ്തിഷ്കം എന്നീ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് മാത്രമാണ്. സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഇതൊക്കെയാണ് സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഒരിക്കൽ കൂടെ നോക്കാം. എന്താണ് നാഡീ വ്യവസ്ഥ? ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നാഡീ വ്യവസ്ഥ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നാഡീ വ്യവസ്ഥ. നാഡീ വ്യവസ്ഥയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നു. കേന്ദ്ര നാഡീ വ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നാഡീ വ്യവസ്ഥ അഥവാ പെരിഫറൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് മസ്തിഷ്കം, സുഷുമ്ന എന്നിവയാണ്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവ. എന്നാൽ പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 12 ജോഡി ശിരോനാഡികൾ, 31 ജോഡി സുഷുമ്ന നാഡികൾ എന്നിവയാണ്. പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ്. നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? നാഡീകോശം അഥവാ ന്യൂറോൺ. ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 86. ആകെ നാഡികളുടെ എണ്ണം 86, അതായത് 43 ജോഡി. 43 ജോഡി നാഡികളാണ് ആകെ ഉള്ളത്. ഇതിൽ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 24 എണ്ണം അഥവാ 12 ജോഡി. ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 24 അഥവാ 12 ജോഡി. സുഷുമ്ന നാഡികളുടെ എണ്ണം 62 ആണ്. നമ്മൾ ജോഡിയായിട്ട് പറയുമ്പോൾ 31 ജോഡി. സുഷുമ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 62, അതായത് 31 ജോഡി. ഏറ്റവും വലിയ നാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നാഡിയാണ്. ഏറ്റവും വലിയ നാഡി ഏതാണ്? വാഗസ് നാഡി. ഏറ്റവും ചെറിയ നാഡി പതറ്റിക് ട്രോക്ലിയർ നാഡിയാണ്. ഏറ്റവും ചെറിയ നാഡി ഏതാണ്? പതറ്റിക് ട്രോക്ലിയർ നാഡി. ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡി. മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയെയാണ്. മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് ഏതു ഭാഗത്തെയാണ്? നാഡീ വ്യവസ്ഥയെ. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന സാംക്രമിക രോഗമാണ് പോളിയോ മൈലറ്റിസ്. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന സാംക്രമിക രോഗം ഏതാണ്? പോളിയോ മൈലറ്റിസ്. സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ എന്നിവ ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ എന്നിവ ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഡീകോശം അഥവാ ന്യൂറോണിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നാഡീ വ്യവസ്ഥയുടെ ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീ വ്യവസ്ഥയുടെ ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. ആകെ നാഡീകോശത്തിലെ 98% സ്ഥിതി ചെയ്യുന്നത് മസ്തിഷ്കത്തിലാണ്. 98% നാഡീകോശവും കാണപ്പെടുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിലാണ്. നാഡീകോശത്തെ താങ്ങി നിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കോശങ്ങളാണ് ഗ്ലിയൽ കോശങ്ങൾ. നാഡീകോശത്തെ പരിപോഷിപ്പിക്കുകയും
താങ്ങി നിർത്തുകയും ചെയ്യുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഗ്ലിയൽ കോശങ്ങൾ. ഇത്തരം പോയിന്റ്സ് കൂടെ ഓർത്തിരിക്കുക. ഡീപ്പായിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് PS-യുടെ ട്രെൻഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ കൂടെ നമ്മുടെ മനസ്സിൽ, ഇത്തരം പോയിന്റ്സ് കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. ന്യൂറോണുകളെ അഥവാ നാഡീകോശത്തെ പരിപോഷിപ്പിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഗ്ലിയൽ കോശങ്ങൾ. എന്താണ്? ഗ്ലിയൽ കോശങ്ങൾ. അപ്പോൾ ഗ്ലിയൽ കോശങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ന്യൂറോണുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഡീകോശം അഥവാ ന്യൂറോണിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? കോശ ശരീരം, ഡെൻഡ്രോൺ, ആക്സോൺ എന്നിവ. ഒരു നാഡീകോശത്തിലെ അല്ലെങ്കിൽ ന്യൂറോണിലെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കോശ ശരീരം, ഡെൻഡ്രോൺ, ആക്സോൺ എന്നിവ. ഏതൊക്കെയാണ്? കോശ ശരീരം, ഡെൻഡ്രോൺ, ആക്സോൺ എന്നിവ. ഇതെവിടെ പിക്ചറിലേക്ക് നോക്കുക. ഈ കാണുന്ന ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് കോശ ശരീരം. ഇതാണ് കോശ ശരീരം അഥവാ സെൽ ബോഡി. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തുക്കൾക്ക് പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കുറഞ്ഞ തന്തുക്കളാണ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോൺ വീണ്ടും ചെറിയ ശാഖകളായി പിരിഞ്ഞ് ഡെൻഡ്രൈറ്റുകളായി മാറുന്നു. ഡെൻഡ്രോണുകൾ ചെറിയ ശാഖകളായി പിരിഞ്ഞ് എന്തായി മാറുന്നു? ഡെൻഡ്രൈറ്റുകളായി മാറുന്നു. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ ഈ തന്തുവാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ ഈ തന്തുവിന് പറയുന്ന പേരെന്താണ്? ആക്സോൺ. ആക്സോൺ ആക്സോണൈറ്റുകളിൽ അവസാനിക്കുന്നു. ആക്സോൺ എവിടെ അവസാനിക്കുന്നു? ആക്സോണൈറ്റുകളിൽ. ആക്സോൺ പിരിഞ്ഞുണ്ടാകുന്ന ഈ ശാഖകൾക്കാണ് ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. ആക്സോണൈറ്റുകൾ ഏതിൽ അവസാനിക്കുന്നു? പ്രീ സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്നു. ആക്സോണുകൾ ഈ ചെറിയ നോബ് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറുകളാണ് പ്രീ സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റുകൾ എവിടെ എൻഡ് ചെയ്യുന്നു? പ്രീ സിനാപ്റ്റിക് നോബിൽ എൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഒരു നാഡീകോശ അല്ലെങ്കിൽ ന്യൂറോണിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്: കോശ ശരീരം, ഡെൻഡ്രോൺ, ആക്സോൺ എന്നിവ. കോശ ശരീരം പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നു. പെരികാരിയോൺ, സോമ, സെൽ ബോഡി, സൈറ്റോൺ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് നാഡീകോശത്തിലെ കോശ ശരീരമാണ്. അപ്പൊ നാഡീകോശത്തിലെ കോശ ശരീരം ഏതൊക്കെ പേരുകൾ അറിയപ്പെടുന്നു? പെരികാരിയോൺ, സോമ, സെൽ ബോഡി, സൈറ്റോൺ. ഏതൊക്കെയാണ്? പെരികാരിയോൺ, സോമ, സെൽ ബോഡി, സൈറ്റോൺ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ കോശ ശരീരത്തിൽ പ്രധാനമായിട്ടും ഒരു മർമ്മം കാണപ്പെടുന്നുണ്ട്. അപ്പൊ കോശ ശരീരത്തിൽ എന്തുണ്ട്? മർമ്മമുണ്ട്. മർമ്മത്തെ ചുറ്റിക്കൊണ്ട് കോശദ്രവ്യം കാണപ്പെടുന്നു. നാഡീകോശത്തിലെ കോശദ്രവ്യത്തിന് ന്യൂറോപ്ലാസം എന്നാണ് പറയുന്നത്. നാഡീകോശത്തിലെ കോശദ്രവ്യത്തിന് പറയുന്ന പേരെന്താണ്? ന്യൂറോപ്ലാസം. അപ്പൊ നമ്മൾ പറഞ്ഞു നാഡീ കോശത്തിലൊരു കോശ ശരീരമുണ്ട്. ഈ കോശ ശരീരത്തിനകത്ത് എന്തുണ്ട്? മർമ്മമുണ്ടെന്ന് പറഞ്ഞു. മർമ്മത്തെ ചുറ്റി കാണപ്പെടുന്ന കോശദ്രവ്യത്തിന് പറയുന്ന പേര് ന്യൂറോപ്ലാസം എന്നാണ്. ഇനി അടുത്തത്, ഈ കോശ ശരീരത്തിനകത്ത് പ്രധാനമായിട്ടും മർമ്മം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി ബോഡീസ് എന്നിവ കാണപ്പെടുന്നു. മറ്റു ചില പ്രധാനപ്പെട്ട സെൽ ഓർഗനലും ഇതിനകത്തുണ്ട്. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ്? മർമ്മം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി ബോഡീസ് എന്നിവയും ഇതിനകത്ത് കാണപ്പെടുന്നു. ഇനി അടുത്ത് പഠിക്കേണ്ട പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നിസിൽ ബോഡിയാണ്. എന്താണ് നിസിൽ ബോഡി? പ്ലാസ്മ സ്ഥലത്താൽ ചുറ്റപ്പെട്ട, പ്രത്യേകിച്ചും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം എന്നിവ കാണപ്പെടുന്ന ചെറിയ സഞ്ചികളാണ് അല്ലെങ്കിൽ ചെറിയ തരികൾ പോലുള്ള സ്ട്രക്ചറാണ് നിസിൽ ബോഡി. കോശദ്രവ്യത്തിൽ അല്ലെങ്കിൽ ന്യൂറോപ്ലാസത്തിൽ കാണപ്പെടുന്ന ചെറിയ തരികൾ പോലുള്ള വസ്തുക്കളാണ് നിസിൽ ബോഡി. ഈ നിസിൽ ബോഡി അല്ലെങ്കിൽ നിസിൽ ഗ്രാന്യൂൾസ് ഡെൻഡ്രൈറ്റുകളിൽ ചിതറി കാണപ്പെടുന്നു. ഈ നിസിൽ ബോഡീസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റൈബോസോം. ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നാണ് കാണപ്പെടുന്നതെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. എന്നാൽ സ്വതന്ത്രമായും റൈബോസോംസ് നിസിൽ ബോഡി അഥവാ നിസിൽ ഗ്രാന്യൂൾസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ റൈബോസോം ഉണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്തായിരിക്കും? മാംസ്യ സംശ്ലേഷണം അഥവാ പ്രോട്ടീൻ സിന്തസിസ് ആണ്. വിവിധതരം പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നത് ആരാണ്? ഈ നിസിൽ ബോഡിയാണ്. അപ്പൊ നിസിൽ ബോഡി എവിടെയുണ്ട്? കോശ ശരീരത്തിലുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് ആണ് ലിപ്പോഫ്യൂസിൻ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ടേം കേൾക്കുന്നത്. ഇത് ഓർത്തിരിക്കണം. എന്താണ് ലിപ്പോഫ്യൂസിൻ?
നാഡീകോശങ്ങളിലെ ലൈസോസോമുകളുടെ ഉപോൽപ്പന്നമാണ് ലിപ്പോഫ്യൂസിൻ. നാഡീകോശങ്ങളിലെ ലൈസോസോമുകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരു ഉപ ഉൽപ്പന്നമാണ് ലിപ്പോഫ്യൂസിൻ. അപ്പോൾ ലിപ്പോഫ്യൂസിൻ ഏതുമായി ബന്ധപ്പെട്ട ഒന്നാണ്? നാഡീകോശം അഥവാ ന്യൂറോണുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് ലിപ്പോഫ്യൂസിൻ. എന്താണ് ലിപ്പോഫ്യൂസിൻ? നാഡീകോശങ്ങളിലെ ലൈസോസോമുകളുടെ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ഉപോൽപ്പന്നമാണ് ലിപ്പോഫ്യൂസിൻ. അപ്പോൾ കോശത്തിൽ എന്തൊക്കെ പറഞ്ഞു? കോശത്തിൽ ഒരു മർമ്മമുണ്ട്. മർമ്മത്തെ ചുറ്റി ഒരു ദ്രാവക ഭാഗം കാണുന്നു. ഇത് നമ്മൾ എന്തോ പറയും? ന്യൂറോപ്ലാസം എന്ന് പറയുന്നു. ഈ ന്യൂറോപ്ലാസിൽ എന്തൊക്കെയുണ്ട്? മർമ്മമുണ്ട്, മൈറ്റോകോൺട്രിയ, റൈബോസോം, പിന്നെന്താണ്? ഗോൾഗി കോംപ്ലക്സ് എന്നിവ കാണപ്പെടുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും കാണുന്ന മറ്റൊരു വസ്തുവാണ് തരികൾ പോലെ കാണപ്പെടുന്ന നിസിൽ ബോഡീസ് അഥവാ നിസിൽ ഗ്രാനുൾസ്. ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് റൈബോസോം ഉള്ളതുകൊണ്ട് മാംസ്യ സംശ്ലേഷണം അഥവാ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇനി കോശശരീരത്തിൽ കാണപ്പെടുന്ന മറ്റൊരു വസ്തുവാണ് ലിപ്പോഫ്യൂസിൻ. എന്താണ്? ലിപ്പോഫ്യൂസിൻ. നാഡീകോശങ്ങളിലെ ലൈസോസോമുകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നമാണ് ലിപ്പോഫ്യൂസിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് ഡെൻഡ്രോൺ. എന്താണ്? ഡെൻഡ്രോൺ. ഈ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണ്. അത് ചെയിനുകൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് നാഡീകോശം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഡെൻഡ്രൈറ്റ്, ദെൻ ഇവിടെ വരുന്ന ഈ ഭാഗമാണ് ആക്സോൺ. ഇത് ആക്സോൺ ആയിട്ട് എൻഡ് ചെയ്യുന്നു. സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ആരാണ്? ഈ ഡെൻഡ്രൈറ്റുകളാണ്. അങ്ങനെ ഇവ ഒരു ചെയിന് പോലെ പരസ്പരം ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ ഡെൻഡ്രോണിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിച്ച് ഡെൻഡ്രോണിലൂടെ കോശ ശരീരത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിച്ച് ഡെൻഡ്രോണിലൂടെ കോശ ശരീരത്തിലേക്ക് കൊടുക്കുന്നതാണ് എന്തോന്ന്? ഡെൻഡ്രൈറ്റുകൾ. അപ്പൊ ഡെൻഡ്രൈറ്റുകൾ എന്ന ശാഖകളായി പിരിയുന്നുണ്ട്. ഇവ വളരെ നീളം കുറഞ്ഞ തന്തുക്കളാണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രോണുകളാണ്. അപ്പോൾ ഡെൻഡ്രൈറ്റിലൂടെ ഡെൻഡ്രോണിൽ എത്തുകയും ഡെൻഡ്രോണിൽ നിന്ന് എവിടെ എത്തുകയും ചെയ്യുന്നു? അത് കോശ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിക്കുന്നു. അടുത്തത് ആക്സോൺ. മൂന്നാമത്തെ ഭാഗമാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന നീണ്ട തന്തുവാണ് ആക്സോൺ. ഡെൻഡ്രോൺ നീളം കുറഞ്ഞ തന്തുവാണെങ്കിൽ ആക്സോൺ നീളം കൂടിയ തന്തുവാണ്. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന നീണ്ട തന്തുവേതാണ്? ആക്സോൺ. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന നീളമുള്ള തന്തുക്കളാണ് ആക്സോണുകൾ. ഈ ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ഒരു ഷീത്ത് അല്ലെങ്കിൽ ഉറയ്ക്ക് പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത് അഥവാ മൈലിൻ ഉറ. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന ഈ റെഡ് കളറിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് മൈലിൻ ഷീത്ത്. ഇനി അടുത്ത് കാണുന്ന ഈ സ്ട്രക്ചറാണ് ഷ്വാൻ കോശങ്ങൾ. ഇവിടെ കാണുന്ന ഈ ഗ്രീൻ കളറിൽ ഇവിടെ ഡോട്ട് പോലെ കാണപ്പെടുന്നതാണ് ഷ്വാൻ കോശങ്ങൾ. എന്താണ് ഷ്വാൻ കോശങ്ങൾ? ആക്സോണിനെ വലയം ചെയ്ത് കാണുന്ന ന്യൂറോണിന്റെ ഭാഗത്തെയാണ് ഷ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത്. ആക്സോണിനെ വലയം ചെയ്ത് കാണുന്ന ന്യൂറോണിന്റെ ഭാഗമാണ് ഷ്വാൻ കോശം. എന്താണ്? ആക്സോണിനെ വലയം ചെയ്ത് കാണുന്ന ന്യൂറോണിന്റെ ഭാഗമാണ് ഷ്വാൻ കോശം. ശരിക്കും പറഞ്ഞാൽ മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ആരാണ്? ഈ ഷ്വാൻ കോശങ്ങളാണ്. മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? നോഡ് ഓഫ് റൺവീർ. ഈ കാണുന്ന നീണ്ട തന്തുവാണ് ആക്സോൺ നമ്മൾ പറഞ്ഞു അല്ലേ? ആക്സോണിനെ പൊതിഞ്ഞ് അവിടെ എവിടെയായിട്ട് മൈലിൻ ഷീത്ത് കാണുന്നു. എന്നാൽ ആക്സോണിനെ കവർ ചെയ്യാത്ത, മൈലിൻ ഷീത്ത് കവർ ചെയ്യാത്ത ചില പോയിന്റ്സ് കാണപ്പെടുന്നുണ്ട്. ചില ഇടുങ്ങിയ സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിനാണ് നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. ആക്സോണിനെ മൈലിൻ ഷീത്ത് കവർ ചെയ്യുന്നുണ്ട്, എന്നാൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ ആക്സോണിനെ മൈലിൻ ഷീത്ത് കവർ ചെയ്യുന്നില്ല. ഈ ഇടുങ്ങിയ ഭാഗങ്ങൾക്കാണ് നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നത്. ഇനി ഈ ആക്സോണൈറ്റുകൾ എന്ന ശാഖകളായി പിരിയുന്നു. ആക്സോണൈറ്റുകൾ എന്ന ശാഖകളായി പിരിയുന്നു. ആക്സോണൈറ്റുകൾ എവിടെ അവസാനിക്കുന്നു? പ്രീ സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്നു. ആക്സോണൈറ്റുകൾ പ്രീ സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്നു. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത്. ഇത്
മസ്തിഷ്കത്തിലാണ് 98% കൂടുതലായി കാണപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഗ്ലിയൽ കോശങ്ങൾ ന്യൂറോണുകളെ പരിപോഷിപ്പിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന കോശങ്ങളാണ് ഗ്ലിയൽ കോശങ്ങൾ. പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്: കോശശരീരം, ഡെൻഡ്രോൺ, ആക്സോൺ. കോശശരീരം പെരികാരിയോൺ, സോമ, സെൽ ബോഡി, സൈറ്റോൺ എന്നീ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇതിലൊരു മർമ്മമുണ്ട്. മർമ്മത്തെ ചുറ്റി കോശദ്രവ്യമുണ്ട്. കോശദ്രവ്യത്തിന് ന്യൂറോപ്ലാസം എന്നാണ് പറയുന്നത്. ഇതിൽ നിസിൽ ബോഡീസ് അഥവാ നിസിൽ ഗ്രാന്യൂൾസ് കാണപ്പെടുന്നുണ്ട്. കൂടുതലായിട്ടും ഇവ ചിതറി കാണപ്പെടുന്നത് ഡെൻഡ്രൈറ്റുകളിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലിപ്പോഫ്യൂസിൻ എന്നതിനെ കുറിച്ചാണ്. നാഡീകോശങ്ങളിലെ ലൈസോസോമുകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നമാണ് ലിപ്പോഫ്യൂസിൻ എന്നത്. രണ്ടാമത്തേത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ ചെറിയ ശാഖകളായി പിരിയുന്നു. ഇവയെ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയും. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിച്ച് ഡെൻഡ്രോണിലൂടെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റുകളാണ്. അടുത്തത് ആക്സോണിനെ കുറിച്ച് പറഞ്ഞു. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നത് ആക്സോൺ ആണ്. ആക്സോണിനെ പൊതിഞ്ഞു കാണുന്ന സ്ഥലത്തിന് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നു. ആക്സോണിനെ വലയം ചെയ്ത് കാണുന്ന ന്യൂറോണിന്റെ ഭാഗമാണ് ഷ്വാൻ കോശങ്ങൾ. ശരിക്കും ഈ ഷ്വാൻ കോശങ്ങളാണ് മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആക്സോണിനെ മൈലിൻ ഷീത്ത് കവർ ചെയ്യാത്ത ചില ഇടുങ്ങിയ ഭാഗങ്ങളുണ്ട്. ഇതിന് നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നു. ആക്സോൺ അവസാനിക്കുന്ന ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റ് പ്രീ സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്നു. മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തിനുള്ള സവിശേഷത എന്ന് പറയുന്നത് ഇവയ്ക്ക് സ്വയം വിഭജിക്കാനുള്ള കഴിവില്ല. സ്വയം വിഭജന ശേഷി ഇല്ലായ്മയാണ് മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തിനുള്ള പ്രത്യേകത. അപ്പൊ ഇതിന് കാരണം കോശ ശരീരത്തിൽ സെൻട്രോസോമുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നാഡീ കോശങ്ങളുടെ കോശ ശരീരത്തിൽ സെൻട്രോസോമുകൾ ഇല്ലാത്തതിനാൽ ഇവയ്ക്ക് സ്വയം വിഭജന ശേഷിയില്ല. മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തിനുള്ള സവിശേഷത എന്താണ്? സ്വയം വിഭജന ശേഷി ഇല്ല. നാഡീകോശങ്ങളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾക്ക് പറയുന്ന പേരാണ് ആവേഗങ്ങൾ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നല്ല ചൂടുള്ള ഒരു വസ്തു പെട്ടെന്ന് തൊട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കൈവലിക്കും. ഈ ചൂടുള്ള വസ്തു നമ്മുടെ കയ്യിൽ തൊടുന്നതാണ് ഉദ്ദീപനം. തൊടുന്നത് എന്ത് പറയും? ഉദ്ദീപനം. അപ്പൊ ഈ തൊട്ടപ്പോൾ കൈ വലിക്കണം അല്ലെങ്കിൽ അതെടുത്ത് മാറ്റണം എന്നുള്ള ഒരു സന്ദേശം നമ്മൾ രൂപപ്പെട്ടല്ലോ, ഇതാണ് ആവേഗം. അപ്പോൾ തൊട്ടടുത്ത നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ആവേഗങ്ങൾ എന്നാണ്. നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ആവേഗങ്ങൾ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ സ്വീകരിക്കുന്ന നാഡീകോശത്തിന്റെ ഭാഗം ഏതാണ്? ഡെൻഡ്രൈറ്റുകൾ. ഈ കാണുന്ന ചെറിയ ബ്രാഞ്ചുകൾ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോണിന്റെ ഭാഗം ഏതാണ്? ഡെൻഡ്രൈറ്റുകൾ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ സ്വീകരിക്കുന്ന നാഡീകോശത്തിന്റെ ഭാഗം ഏതാണ്? ഡെൻഡ്രൈറ്റുകൾ. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നത് ആരാണ്? ആക്സോൺ. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആക്സോൺ. ആക്സോണിനെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ആക്സോണിനെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം എന്നാണ് ചോദ്യമെങ്കിൽ അത് മൈലിൻ ഷീത്ത് ആണ്. ആക്സോണിനെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മൈലിൻ ഷീത്ത്. എന്നാൽ ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷ്വാൻ കോശമാണ്. ഈ ഷ്വാൻ കോശമാണ് മൈലിൻ ഷീത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗം ഏതാണ്? ഷ്വാൻ കോശം. എന്നാൽ ആക്സോണിനെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മൈലിൻ ഷീത്ത് അഥവാ മൈലിൻ ഉറ. ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗം ഏതാണ്? ഷ്വാൻ കോശം. ആക്സോണിന്റെ ശാഖകൾ അറിയപ്പെടുന്നത് ആക്സോണൈറ്റുകൾ എന്നാണ്. ആക്സോണിന്റെ ശാഖകൾ ആക്സോണൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആക്സോണിന്റെ നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്ന അഗ്രഭാഗത്തിന് സിനാപ്റ്റിക് നോബ് എന്നാണ് പറയുന്നത്. ആക്സോണിന്റെ നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്ന അഗ്രഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബാണ് നാഡീയ പ്രേഷകങ്ങളെ, അതായത് അസറ്റൈൽ കോളൈൻ, ഡോപ്പമൈൻ തുടങ്ങിയ നാഡീയ പ്രേഷകങ്ങളെ സ്രവിപ്പിക്കുന്നത് ആരാണ്? സിനാപ്റ്റിക് നോബാണ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ
അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും തമ്മിലോ ചേരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിൽ, അതല്ലെങ്കിൽ ഒരു നാഡീകോശവും മറ്റൊരു ഗ്രന്ഥികോശവും തമ്മിൽ ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്സ്. എന്താണ്? സിനാപ്സ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്ന ഭാഗം ഏതാണ്? സിനാപ്സ്. ഉദ്ദീപനത്തിന്റെ ഫലമായി ഉണ്ടാകും, നമ്മൾ പറഞ്ഞു ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സന്ദേശങ്ങൾ രൂപപ്പെടും അല്ലെങ്കിൽ ആവേഗങ്ങൾ രൂപപ്പെടും എന്ന് പറഞ്ഞു. ഉദ്ദീപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് നാഡീയ പ്രേഷകങ്ങൾ. എന്താണ്? നാഡീയ പ്രേഷകങ്ങൾ. ഉദ്ദീപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താണ്? നാഡീയ പ്രേഷകങ്ങൾ. ഈ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അസറ്റൈൽ കോളൈൻ, ഡോപ്പമൈൻ. ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? അസറ്റൈൽ കോളൈൻ, ഡോപ്പമൈൻ എന്നിവ. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അസറ്റൈൽ കോളൈൻ, പിന്നെന്താണ്? ഡോപ്പമൈൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എവിടെ കാണപ്പെടുന്നു? ആക്സോണിലെ ബ്രാഞ്ചുകളായ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഇതിൽ ന്യൂറോണിനും പേശീകോശത്തിന്റെയും ഇടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാഡീയ പ്രേഷകമാണ് അസറ്റൈൽ കോളൈൻ. നാഡീകോശത്തിനും പിന്നെന്താണ്? പേശീകോശത്തിനും ഇടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാഡീയ പ്രേഷകമാണ് അസറ്റൈൽ കോളൈൻ. അപ്പോൾ നാഡീ കോശത്തെക്കുറിച്ച് PSCക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.